ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന നമ്മുടെ ആരോഗ്യരംഗത്തിന് ഇതെന്തു പറ്റി എന്ന് തോന്നും പുറത്തു വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. മലപ്പുറത്ത് 4 വയസ്സുകാരന്റെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. അനസ്തേഷ്യ നൽകുന്നതിൽ മാനദണ്ഡം പാലിച്ചില്ല എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നതായും കണ്ടെത്തി. ജൂൺ 1-നാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ വെച്ച് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത്. മുഹമ്മദ് ഷാനിൽ എന്ന 4 വയസ്സുകാരന്റെ ചിരി ഇപ്പോഴും കണ്ണുകളിൽ നിന്ന് മായുന്നില്ല. ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾ പോലും ഒരു കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷകളും സന്തോഷവുമാണ് ഇല്ലാതാക്കുന്നത്. ആരോഗ്യരംഗത്തെ കേരള മാതൃക ലോക പ്രശസ്തമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ആരോഗ്യരംഗം നിരന്തരം പ്രതിക്കൂട്ടിലാണ്. അതിൽ സർക്കാർ സ്ഥാപനമെന്നോ സ്വകാര്യ സ്ഥാപനമെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരം പിഴവുകൾ സംഭവിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഒരു നാടിന്റെ മുഴുവൻ നോവായി മാറിയ മുഹമ്മദ് ഷാനിൽ. വായിൽ കമ്പ് തട്ടിയുണ്ടായ മുറിവുമായാണ് 4 വയസ്സുകാരനായ മുഹമ്മദ് ഷാനിലിനെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ മാതാവും ബന്ധുക്കളും പ്രവേശിപ്പിച്ചത്. ഉടൻ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. കുടുംബം അത് സമ്മതിച്ചു. ചെറിയ മുറിവല്ലേ, മോൻ വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഉമ്മ മകനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് യാത്രയാക്കി. പക്ഷേ വിധി മറിച്ചായിരുന്നു. എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് നിന്ന് പോണ സമയത്ത് ഒരു അസുഖം എൻ്റെ കുട്ടിക്കില്ല. ഒരു പനിയോ ഒരു ജലദോഷമോ ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ അടുത്തുനിന്ന് പോയത്. എൻ്റെ അടുത്തുനിന്ന് പോണ സമയത്ത് എൻ്റെ കുട്ടി ചിരിച്ചാണ് ഉമ്മച്ചിയെന്ന് വിളിച്ച് പോയ കുട്ടിയാണത്. പിന്നെ ഞാൻ കേൾക്കണ എൻ്റെ കുട്ടി മരിച്ചു എന്നാ. കുഞ്ഞു മരിച്ച വിവരം ഏറെ വൈകിയാണ് ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച ഏക മകനായിരുന്നു ഷാനിൽ. കളിച്ചിരിയും കുസൃതികളുമായി അവൻ ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പൊന്നോമന പുത്രനായിരുന്നു. ഷാനിലിന്റെ മരണത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ അത് സമ്മതിക്കാൻ ആശുപത്രി മാനേജ്മെന്റോ ആരോഗ്യ പ്രവർത്തകരോ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നത്തെയും പോലെ ഈ കുടുംബത്തെ കുറ്റപ്പെടുത്താനും സൈബർ പുള്ളിംഗ് നടത്താനുമാണ് പലരും ഇപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോഴും നഷ്ടം ഷാനിലിന്റെ കുടുംബത്തിന് മാത്രം. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെയാണ് മരണമെന്നാണ് കണ്ടെത്തൽ. ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണമുണ്ടായിരുന്നു. അതായത് മയക്കുന്നതിന് മുൻപ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ നിഗമനം. ഡോക്ടർമാർ കൊന്ന്, ഞാൻ അതേ പറയുള്ളൂ, എൻ്റെ കുട്ടീനെ ഡോക്ടർമാർ കൊന്ന്, അല്ലാതെ എൻ്റെ കുട്ടിക്ക് അല്ലാത്തൊരു അസുഖം ഒന്നുമില്ല. അങ്ങനെ ഡോക്ടർമാർ പറയണേ ഓരോരുത്തർ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ വരില്ലല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അടുത്ത ദിവസം പുറത്തുവരും. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അന്വേഷണം പൂർത്തിയായാൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച ഏക മകനാണ് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്നത്. ആ സങ്കട കയത്തിൽ നിന്നും അവർ ഇപ്പോഴും കര കയറിയിട്ടില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ.